വെൽക്കം ബാക്ക് ടു PSC പീഡിക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് PSC സ്ഥിരം ചോദിക്കാറുള്ള ദിനങ്ങളും പ്രമേയങ്ങളുമാണ്. ആദ്യത്തേത് ദേശീയ യുവജന ദിനം ജനുവരി 12. ദേശീയ യുവജന ദിനം ജനുവരി 12 2025 പ്രമേയം സുസ്ഥിര ഭാവിക്കായി യുവത്വം, പ്രതിരോധശേഷിയും ഉത്തരവാദിത്വവും ഉപയോഗിച്ച് രാഷ്ട്രത്തെ രൂപപ്പെടുത്തൽ എന്നുള്ളതാണ്. സുസ്ഥിര ഭാവിക്കായി യുവത്വം, പ്രതിരോധശേഷിയും ഉത്തരവാദിത്വം ഉപയോഗിച്ച് രാഷ്ട്രത്തെ രൂപപ്പെടുത്തൽ എന്നുള്ളതാണ് 2025 ദേശീയ യുവജന ദിന പ്രമേയം. ഇനി 2024 പ്രമേയം മൈ ഭാരത് വികസിത് ഭാരത് അറ്റ് 2047 ബൈ ദി യൂത്ത് ഫോർ ദി യൂത്ത് എന്നുള്ളതാണ്. അതായത് 2047 ആകുമ്പോഴേക്കും വികസിത ഭാരതമാക്കുക, യൂത്തിലൂടെ യൂത്തിന് വേണ്ടി വികസിത ഭാരതമാക്കുക എന്നുള്ളതാണ്. അടുത്തത് ദേശീയ ടൂറിസം ദിനം ജനുവരി 25. ജനുവരി 25 ദേശീയ ടൂറിസം ദിനമാണ്. 2025 പ്രമേയം സമ്പൂർണ്ണ വളർച്ചയ്ക്കുള്ള ടൂറിസം ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ളതാണ്. 2025 ദേശീയ ടൂറിസം ദിന പ്രമേയം സമ്പൂർണ്ണ വളർച്ചയ്ക്കുള്ള ടൂറിസം. ഇനി 2024 പ്രമേയം സുസ്ഥിര യാത്രകൾ, കാലാതീതമായ ഓർമ്മകൾ എന്നുള്ളതാണ്. ദേശീയ ടൂറിസം ദിനം 2024 പ്രമേയം സുസ്ഥിര യാത്രകൾ, കാലാതീതമായ ഓർമ്മകൾ. ഇനി ദേശീയ ടൂറിസം ദിനമാണ് ജനുവരി 25. ലോക ടൂറിസം ദിനം സെപ്റ്റംബർ 27 കൂടി ഓർത്തു വെക്കുക. അടുത്തത് ദേശീയ സമ്മതിദായക ദിനം ജനുവരി 25. നാഷണൽ വോട്ടേഴ്സ് ഡേ ജനുവരി 25 2025, 2024, 2023 ഈ 3 വർഷത്തെയും പ്രമേയം ഒന്ന് തന്നെയാണ്. വോട്ട് ചെയ്യുന്നത് പോലെ മറ്റൊന്നില്ല, ഞാൻ ഉറപ്പായി വോട്ട് ചെയ്യൂ എന്നുള്ളതാണ്. അപ്പോൾ ദേശീയ സമ്മതിദായക ദിനം ജനുവരി 25, അതിൻ്റെ 2025 24 23 പ്രമേയം വോട്ട് ചെയ്യുന്നത് പോലെ മറ്റൊന്നില്ല, ഞാൻ ഉറപ്പായി വോട്ട് ചെയ്യൂ എന്നുള്ളതാണ്. അടുത്തത് ലോക തണ്ണീർത്തട ദിനമാണ്. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. 2025 പ്രമേയം നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ലോക തണ്ണീർത്തട ദിനത്തിലെ 2025 പ്രമേയം നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇനി 2024 പ്രമേയം തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നുള്ളതാണ്. അപ്പോൾ ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. 2025 പ്രമേയം നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക. 2024 പ്രമേയം തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നുള്ളതാണ്. നെക്സ്റ്റ് ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. 2025 മുതൽ 2027 വരെയുള്ള പ്രമേയം ഒന്ന് തന്നെയാണ്, യുണൈറ്റഡ് ബൈ യുണീക്ക്. ലോക ക്യാൻസർ ദിനത്തിൻ്റെ 2025 മുതൽ 27 വരെയുള്ള പ്രമേയം ഒന്ന് തന്നെയാണ്, യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നുള്ളതാണ്. അതുല്യമായതുകൊണ്ട് ഏകീകരിക്കുക എന്നുള്ളത്. ഇനി 2022 മുതൽ 24 വരെയുള്ള പ്രമേയം ക്ലോസ് ദി കെയർ ഗ്യാപ്പ് എന്നുള്ളതായിരുന്നു. ലോക ക്യാൻസർ ദിനത്തിൻ്റെ 2022 മുതൽ 24 വരെയുള്ള പ്രമേയം ക്ലോസ് ദി കെയർ ഗ്യാപ്പ് എന്നുള്ളതായിരുന്നു. ഇനി 2024 ഒരു പ്രമേയോട് കാണിക്കുന്നുണ്ട്, ടുഗദർ വി ചലഞ്ച് ദോസ് ഇൻ പവർ എന്നുള്ളതാണ്. അപ്പോൾ 2025 മുതൽ 27 വരെയുള്ള ലോക ക്യാൻസർ ദിനത്തിൻ്റെ പ്രമേയം യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നുള്ളതാണ്. അടുത്തത് അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. 2025 പ്രമേയം ഫോർ ഓൾ വിമൻ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഇക്വാളിറ്റി എംപവർമെൻറ്റ്. അവകാശങ്ങളും സമത്വവും ശാക്തീകരണവും എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എന്നുള്ളതാണ്. ആക്സിലറേറ്റ് ആക്ഷൻ ഫോർ ജെൻഡർ ഇക്വാളിറ്റി. ലിംഗസമത്വത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം ത്വരിതപ്പെടുത്തുക. ഇനി 2024 അന്താരാഷ്ട്ര വനിതാ ദിന പ്രമേയം ഇൻവെസ്റ്റ് ഇൻ വിമൺ, ആക്സിലറേറ്റ് പ്രോഗ്രസ്. സ്ത്രീകളിൽ നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക എന്നുള്ളതാണ്. അടുത്തത് ലോക വനദിനം മാർച്ച് 21. മാർച്ച് 21 ലോക വനദിനം. 2025 പ്രമേയം ഫോറസ്റ്റ് ആൻഡ് ഫുഡ് എന്നുള്ളതാണ്. 2025 ലോക വനദിന പ്രമേയം ഫോറസ്റ്റ് ആൻഡ് ഫുഡ്. ഇനി 2024 പ്രമേയം വനങ്ങളും നവീകരണവും, മെച്ചപ്പെട്ട ലോകത്തിനുള്ള പരിഹാരങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ 2025 ലോക വനദിന പ്രമേയം ഫോറസ്റ്റ് ആൻഡ് ഫുഡ്. 2024 പ്രമേയം വനങ്ങളും നവീകരണവും, മെച്ചപ്പെട്ട ലോകത്തിനുള്ള പരിഹാരങ്ങൾ എന്നാണ്. നെക്സ്റ്റ് ലോക ജലദിനം മാർച്ച് 22. മാർച്ച് 22 ലോക ജലദിനം. 2025 പ്രമേയം ഹിമാനി സംരക്ഷണം എന്നുള്ളതാണ്. 2025 ലോക ജലദിന പ്രമേയം ഹിമാനി സംരക്ഷണം. ഇനി 2024 പ്രമേയം ജലം സമാധാനത്തിനെന്നുള്ളതാണ്, വാട്ടർ ഫോർ പീസ്. 2025 പ്രമേയം ഹിമാനി സംരക്ഷണം. 2024 ലോക ജലദിന പ്രമേയം ജലം സമാധാനത്തിനെന്നുള്ളതാണ്. അടുത്തത് മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം.
2025 ലോക കാലാവസ്ഥാ ദിന പ്രമേയം മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പ്, വിടവ് ഒരുമിച്ച് നികത്തുക എന്നുള്ളതാണ്. ഈ 2024 പ്രമേയം കാലാവസ്ഥാ പ്രവർത്തനത്തിൻ്റെ മുൻനിരയിൽ എന്നുള്ളതാണ്. മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. 2025 പ്രമേയം മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പ്, വിടവ് ഒരുമിച്ച് നികത്തുക. 2024 പ്രമേയം കാലാവസ്ഥാ പ്രവർത്തനത്തിൻ്റെ മുൻനിരയിൽ എന്നുള്ളതാണ്. അടുത്തത് മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം. ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24. 2025 പ്രമേയം യെസ് വി ക്യാൻ എൻഡ് TB, കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ എന്നുള്ളതാണ്. 2025 ലോക ക്ഷയരോഗ ദിന പ്രമേയം യെസ് വി ക്യാൻ എൻഡ് TB, കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ എന്നുള്ളതാണ്. ഇനി 2024-23 പ്രമേയം ഒന്ന് തന്നെയാണ്. യെസ് വി ക്യാൻ എൻഡ് TB എന്നാണ്. അതെ, നമുക്ക് TB അവസാനിപ്പിക്കാം. അടുത്തത് ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. 2025 ലോകാരോഗ്യ ദിന പ്രമേയം ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷയുള്ള ഭാവികൾ എന്നുള്ളതാണ്. 2024 എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നുള്ളതാണ്. 2025 ലോക ആരോഗ്യ ദിന പ്രമേയം ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷയുള്ള ഭാവികൾ എന്നുള്ളതാണ്. 2024 പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം, മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നുള്ളതാണ്. നെക്സ്റ്റ് മെയ് 1 ലോക തൊഴിലാളി ദിനം. ലോക തൊഴിലാളി ദിനം മെയ് 1. 2025 പ്രമേയം സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ഓഫ് വർക്കേഴ്സ്, തൊഴിലാളികളുടെ സുരക്ഷയും ആരോഗ്യവും. 2025 ലോക തൊഴിലാളി ദിനത്തിൻ്റെ പ്രമേയം സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ഓഫ് വർക്കേഴ്സ്, തൊഴിലാളികളുടെ സുരക്ഷയും ആരോഗ്യവും എന്നുള്ളതാണ്. ഇനി 2024 പ്രമേയം കാലാവസ്ഥാ വ്യതിയാനത്തിനിടയിൽ ജോലിസ്ഥലത്തെ സുരക്ഷയും ആരോഗ്യവും ഉറപ്പാക്കുക എന്നുള്ളതാണ്. അടുത്തത് മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. 2025 പ്രമേയം ബ്രൈറ്റ് പ്രൊഡക്റ്റ്, ഡാർക്ക് ഇൻറ്റൻഷൻ, അൺമാസ്ക് ദി അപ്പീൽ, തെളിച്ചമുള്ള ഉൽപ്പന്നങ്ങൾ, ഇരുണ്ട ഉദ്ദേശങ്ങൾ, അപ്പീൽ അഴിച്ചു മാറ്റുക. ഈ സന്ദേശം പുകയില വ്യവസായം അവരുടെ ഉൽപ്പന്നങ്ങൾ ആകർഷകമാക്കാൻ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളെ തുറന്നു കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2025 പ്രമേയം തെളിച്ചമുള്ള ഉൽപ്പന്നങ്ങൾ, ഇരുണ്ട ഉദ്ദേശങ്ങൾ, അപ്പീൽ അഴിച്ചു മാറ്റുക എന്നുള്ളതാണ്. ഇനി 2024 പ്രമേയം പ്രൊട്ടക്റ്റിംഗ് ചിൽഡ്രൻ ഫ്രം ടുബാക്കോ ഇൻഡസ്ട്രി ഇൻ്റർഫറൻസ് എന്നുള്ളതാണ്. പുകയില വ്യവസായ ഇടപെടലുകളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളത്. അടുത്തത് ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. 2025 പ്രമേയം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. 2025 ലോക പരിസ്ഥിതി ദിന പ്രമേയം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക. ഇനി 2025 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം റിപ്പബ്ലിക് ഓഫ് കൊറിയയാണ്. 2025 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം റിപ്പബ്ലിക് ഓഫ് കൊറിയയാണ്. അടുത്തത് 2024 ലോക പരിസ്ഥിതി ദിന പ്രമേയം നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി, ഭൂമി പുനഃസ്ഥാപിക്കാൻ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം എന്നിവയാണ്. നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി, ഭൂമി പുനഃസ്ഥാപിക്കാൻ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം എന്നാണ് 2024 ലോക പരിസ്ഥിതി ദിന പ്രമേയം. ഇതിന് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യയാണ്. 2024 പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യയും 2025 പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം റിപ്പബ്ലിക് ഓഫ് കൊറിയയുമാണ്. അടുത്തത് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ജൂൺ 7. ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. 2025 പ്രമേയം ഭക്ഷ്യസുരക്ഷ ശാസ്ത്രത്തിൻ്റെ സഹായം എന്നുള്ളതാണ്. ഫുഡ് സേഫ്റ്റി സയൻസ് ഇൻ ആക്ഷൻ. 2025 ലോക ഭക്ഷ്യസുരക്ഷാ ദിന പ്രമേയം ഫുഡ് സേഫ്റ്റി സയൻസ് ഇൻ ആക്ഷൻ, ഭക്ഷ്യസുരക്ഷ ശാസ്ത്രത്തിൻ്റെ സഹായം എന്നുള്ളതാണ്. ഇനി 2024 ലോക ഭക്ഷ്യസുരക്ഷാ ദിന പ്രമേയം ഭക്ഷ്യസുരക്ഷ അപ്രതീക്ഷിതമായ കാര്യങ്ങൾക്കായി തയ്യാറെടുക്കുക, ഭക്ഷ്യസുരക്ഷ അപ്രതീക്ഷിതമായ കാര്യങ്ങൾക്കായി തയ്യാറെടുക്കുക എന്നുള്ളതാണ്. ഫുഡ് സേഫ്റ്റി പ്രിപ്പയർ ഫോർ ദി അൺഎക്സ്പെക്റ്റഡ് എന്നുള്ളതാണ് 2024 ലോക ഭക്ഷ്യസുരക്ഷാ ദിന പ്രമേയം. നെക്സ്റ്റ് ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12. ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12. 2025 പ്രമേയം പുരോഗതി വ്യക്തമാണ്, എന്നാൽ ഇനിയും ചെയ്യാനുണ്ട്, നമുക്ക് ശ്രമങ്ങൾ വേഗത്തിലാക്കാം. പ്രോഗ്രസ് ഈസ് ക്ലിയർ ബട്ട് ദെയർ ഈസ് മോർ ടു ഡു, ലെറ്റ് സ്പീഡ് അപ്പ് എഫേർട്സ് എന്നുള്ളതാണ് 2025 ലോക ബാലവേല വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം. ഇനി 2024 പ്രമേയം നമ്മുടെ പ്രതിബദ്ധതകളിൽ പ്രവർത്തിക്കാം, ബാലവേല നിർത്തലാക്കുക എന്നുള്ളതാണ്. ലെറ്റ്സ് ആക്ട് ഓൺ അവർ കമ്മിറ്റ്മെൻറ്റ്സ്, എൻഡ് ചൈൽഡ് ലേബർ എന്നുള്ളതാണ് 2024 പ്രമേയം.
അടുത്തത് അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ 21. അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ 21. 2025 പ്രമേയം യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്, ഏകഭൂമി ഏകാരോഗ്യത്തിന് യോഗ. 2025 അന്താരാഷ്ട്ര യോഗാ ദിന പ്രമേയം യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്, ഏകഭൂമി ഏകാരോഗ്യത്തിന് യോഗ. ഇനി 2024 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് 2 പ്രമേയം കാണിക്കുന്നുണ്ട്. ഒന്നാമത്തേത് അവനവനും സമൂഹത്തിനും വേണ്ടിയാണ് യോഗ. രണ്ടാമത്തേത് സ്ത്രീ ശാക്തീകരണത്തിന് യോഗ. അപ്പോൾ 2025 അന്താരാഷ്ട്ര യോഗാ ദിന പ്രമേയം യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയത് ഇനി അടുത്ത് നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് PSC ചോദിക്കാൻ സാധ്യതയുള്ള 2025-24 പ്രധാനപ്പെട്ട ദിനങ്ങളും പ്രമേയങ്ങളുമാണ്. എല്ലാവരും ഒരു റിവിഷനായി കണ്ടിത് ഓർത്തു വെക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്